ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൻ്റെ പ്രോക്സിമേറ്റർ സെൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനുകളാണ്. അതായത് നമ്മുടെ മൊബൈലിൻ്റെ പ്രോക്സിമേറ്റർ സെൻസർ എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ മൊബൈലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഈ ഒരു പ്രോക്സിമേറ്റർ സെൻസർ കാണുന്നത്. ഈ ഒരു സെൻസർ പ്രധാനമായും ഉപയോഗിക്കുന്നത് കൂളിംഗ് ഫീച്ചേഴ്സിന് വേണ്ടിയാണ്. പ്രധാനമായും എല്ലാ മൊബൈലും ഈ ഒരു സെൻസർ ഉപയോഗിക്കുന്നത്. അതായത് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈൽ കാതിനോട് ചേർത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ ഓഫ് ആവുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സെൻസർ നമ്മുടെ മൊബൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സെൻസറിന്റെ സഹായത്തോടു കൂടി കുറച്ച് ആപ്ലിക്കേഷനുകൾ, അതായത് ഈ സെൻസറിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനുകളും ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ട്രിക്കുകളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ട്രിക്കുകളും എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോക്സിമേറ്ററി സർവീസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിന്റെ സ്ക്രീനിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഓഫ് ചെയ്യാം എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കയറി വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അതിന് മുന്നാടിയായിട്ട് ആദ്യം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പി സർവീസ് എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഇതാണ് ആപ്ലിക്കേഷൻ. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയും ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ വരെ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതായിട്ട് ഒരു സിമ്പിൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ, ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്ക്രീൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ആരെങ്കിലും കയറി വന്ന് പെട്ടെന്ന് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ സ്ക്രീൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീനിന് മുകളിൽ ഒന്ന് കൈവച്ചാൽ മാത്രം മതി. സ്ക്രീൻ ഓഫ് ആവും. വീണ്ടും എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഓൺ ആവും, വീണ്ടും ഓഫ് ആവും. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ സ്ക്രീനിന്റെ മുകളിൽ കൈവയ്ക്കുന്നു, അതായത് പ്രോക്സിമിറ്റി സെൻസറിന്റെ ഭാഗത്ത് നമ്മൾ കൈവയ്ക്കുന്നു, അപ്പോഴൊക്കെ നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ ഓഫായി തന്നെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ലൊരു ട്രിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് സെറ്റിംഗ്സിൽ പ്രോക്സിമിറ്റി സെൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷന് കുറച്ച് സെറ്റിംഗ്സുകളുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെറ്റിംഗ്സുമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാറിന്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യമാകും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോക്സിമേറ്ററി സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ കാണുന്ന എന്തും സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായിട്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മുകളിൽ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എന്താണോ അത് ഫോണിൽ വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് പ്രോക്സിമേറ്ററി സെൻസറിന്റെ അവിടെയായിട്ട് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് കൈവച്ച് കൊടുത്താൽ മാത്രം മതിയാവും. സ്ക്രീൻഷോട്ട് അവിടെ വരുന്നതായിരിക്കും. നമുക്ക് എത്ര സ്ക്രീൻഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് വഴി നമുക്ക് എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടച്ച് ലോക്ക് ആണ്. പ്രോക്സിമേറ്ററി ടച്ച് ലോക്ക് ആണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണിക്കുന്ന പോലുള്ള സെറ്റിംഗ്സുകൾ ചെയ്യുക. സെറ്റിംഗ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴെങ്കിലും കാണാൻ വെച്ചാൽ നമ്മുടെ ഫോൺ മറ്റുള്ളവർ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ടച്ച് ലോക്ക് ആവുന്നതിനായിട്ട് നമ്മുടെ ഫോണിൽ എന്ത് ടച്ച് ചെയ്താലും വർക്ക് ചെയ്യാത്ത രീതിയിൽ ടച്ച് ലോക്ക് ആവുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ടച്ച് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോക്സിമിറ്റി സെൻസറിന് മുകളിലായിട്ട് കൈവച്ചാൽ മാത്രം മതിയാകും. പിന്നെ നമ്മുടെ മൊബൈലിലെ ടച്ചുകളൊന്നും വർക്ക് ചെയ്യുകയില്ല. അതൊരു ഹാങ് ആയിരിക്കുന്ന പോലെ ആയിരിക്കും കാണുക. നമുക്ക് യാതൊരുവിധ റെസ്പോണ്ടും നമ്മുടെ മൊബൈലിൽ നിന്ന് കാണുകയില്ല. അപ്പോൾ നമുക്കൊരു ഇമേജ് വല്ല ആർക്കെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഫോട്ടോ ആർക്കെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് എടുത്തതിന് ശേഷം ടച്ച് ലോക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കൊടുക്കുകയാണ് എങ്കിൽ അവർക്ക് ആ ഇമേജ് മാത്രമേ കാണുവാൻ സാധിക്കുള്ളൂ. മറ്റു ഇമേജുകളിലേക്കും പോയി നമ്മുടെ മാനം കളയുകയില്ല. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ടച്ച് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധ്യമാകും. പ്രോക്സിമേറ്ററി സെൻസറിന് മുകളിൽ കൈവച്ച് കഴിഞ്ഞാൽ ടച്ച് ലോക്ക് ആവും. വീണ്ടും കൈവച്ച് കഴിഞ്ഞാൽ ടച്ച് അൺലോക്ക് ആവും. വളരെ ഈസി ആയിട്ടുള്ള മെത്തഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രോക്സിമേറ്ററി ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ പ്രോക്സിമേറ്ററി സെൻസറിന്റെ അവിടെ കൈവച്ചാൽ മാത്രം മതിയാവും. നിങ്ങൾ കൈവയ്ക്കുന്ന എത്ര സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫ്രണ്ടിലോട്ട് ഈ ക്യാമറ ഓപ്പൺ ആവുകയും വർക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ടിൽ കിടക്കുന്ന എന്താണോ അത് ക്യാമറയുടെ ഫ്രണ്ടിൽ എന്താണോ അത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് സ്വകാര്യമായി മറ്റുള്ളവർ അറിയാതെ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൈ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിന്നാൽ മാത്രം മതിയാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ ആ ഷൂട്ടിംഗ് സ്റ്റോപ്പ് ആവും. നമ്മൾ വീണ്ടും കൈ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. പ്രോക്സിമേറ്ററി സെൻസറിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് കൈവച്ചാൽ മാത്രം മതിയാവും വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നതിന്.
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനാണ് ഇതൊക്കെ, ഈ 4 ആപ്ലിക്കേഷൻ. 5ാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. പക്ഷേ അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പെർമിഷനുകൾ, അതായത് നമ്മളെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ പദവിയൊക്കെ ആ ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അത്ര സെക്യൂരിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആയിരുന്നത്. ആപ്സുകൾ ഓപ്പൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചെയ്യുന്ന അൺലോക്ക് ചെയ്യുന്നതിനും മറ്റുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. എന്നാൽ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായി തോന്നുന്നു. അതിൻ്റെ പെർമിഷനുകളെല്ലാം വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഒക്കെ അത് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സെക്യൂർഡ് ആണെന്ന് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരുന്നില്ല, സോറി. അപ്പോൾ 5 അല്ല അതിൽ കൂടുതൽ ട്രിക്കുകളും ടിപ്സുകളുമായിട്ട് ഞങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭ്യമാകും. അപ്പോൾ 5ാമത്തെ ട്രിക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.